എന്റെ പൊന്നു ബിജിലി, ആ പമ്പയാറ്റിലൂടെ കുത്തിയൊലിച്ചു വരുന്ന ചെളി വാരി തിന്നാൽ ഇതിനേക്കാൾ അന്തസ് കാണാം. അമ്പട കേമ സഖാവ് ബിജിലി കുട്ട. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രെൻഡായിരിക്കുന്നത് ബിജിലിമോൻ എന്ന വ്യക്തിയാണ്. ബിജിലിമോനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നത് ഇന്നലെ വൈകുന്നേരം രാഹുൽ മാങ്കൂട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു വീഡിയോയിലൂടെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കുവച്ച വീഡിയോ കാണുന്നതിന് മുൻപ് എന്താണ് ഈ വിഷയമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ദുരന്ത സമയത്ത് രാഷ്ട്രീയം പറയുന്നോ എന്നായിരുന്നു പിണറായി സർക്കാരിന്റെ കാലത്ത് CPMന്റെ പ്രതിപക്ഷത്തോടുള്ള ചോദ്യം. ഇന്ന് അതേ CPM അതിതീവ്ര മഴയുടെ പശ്ചാത്തലത്തിലും രാഷ്ട്രീയം പറയുകയല്ല, കളിക്കുകയാണ്. എന്തായാലും ഇക്കുറി ആ കളിക്ക് തുടക്കത്തിൽ തന്നെ തിരിച്ചടി കിട്ടി. പ്രകൃതി ദുരന്തത്തിൽ നാട് നടുങ്ങി നിൽക്കെ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ പ്രവർത്തനം തകർക്കാനും സർക്കാരിനെതിരെ അനാവശ്യ ജനരോഷം ഇളക്കിവിടാനും ശ്രമിച്ച രാഷ്ട്രീയ നാടകം സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത് പൊളിച്ചടുക്കിയിരിക്കുകയാണ്. ആറന്മുളയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ പ്രാഥമിക സൗകര്യങ്ങളില്ലെന്നും സർക്കാർ സംവിധാനങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ലെന്നും ആരോപിച്ച് ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ രോഷാകുലിയായി സംസാരിച്ച സ്ത്രീയെ സഖാക്കൾ ഇളക്കിവിട്ട് പറയിപ്പിച്ചതാണെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എന്തോത്തിനായി ഈ ഗവൺമെന്റ്? ഞങ്ങൾ ഉണ്ടായിട്ടല്ലേ ഇവർ കേറി പോകുന്നത്? ഇനി ഞങ്ങൾ കണ്ടോളാം, ഇതിനേക്കാൾ എന്ത് ഡീസന്റ് ആയിരുന്നു വിജയൻ എന്നൊക്കെ വാർത്താ ചാനലിന് മുന്നിൽ വൈകാരികമായി പൊട്ടിത്തെറിച്ച അതേ അമ്മയെയാണ് പിന്നീട് ക്യാമ്പിൽ വെച്ച് പറഞ്ഞത് തിരുത്തി പറയുന്ന അവസ്ഥയിൽ കണ്ടത്. രാവിലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് രോഷം പ്രകടിപ്പിച്ച അമ്മയോട് രാവിലെ എന്തൊക്കെയോ പരാതി അമ്മയ്ക്കുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്തായിരുന്നു വിഷമമെന്ന് പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന സത്യം പുറത്തു വന്നത്. തനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നും തന്റെ അടുത്ത് നിന്ന ബിജിലിമോൻ ചില കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞതുകൊണ്ട് താൻ അങ്ങനെ പറഞ്ഞതാണെന്നുമാണ് അമ്മ തുറന്നു പറഞ്ഞത്. എന്റെ ബിജിലിമോൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളു കാര്യം, അല്ലാതെ വേറെ ഒരു കാര്യവുമില്ല എന്ന അമ്മയുടെ വെളിപ്പെടുത്തലോടെ രാവിലെ ചാനലിൽ കണ്ട രോഷപ്രകടനം കേവലം തിരക്കഥ മാത്രമാണെന്ന് വ്യക്തമായി. CPM കോഴഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗമായ ബിജിലി P ഈശോ എന്ന നേതാവാണ് ക്യാമ്പിലെ അന്തരീക്ഷം കളങ്കപ്പെടുത്താൻ ഈ സ്ത്രീയെ മുന്നിൽ നിർത്തി നാടകം കളിച്ചതെന്നാണ് സോഷ്യൽ മീഡിയയും പ്രാദേശിക വൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത്. കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിരുന്നു ബിജിലി. മഴക്കെടുതിയിൽ ആശ്വാസ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കേണ്ട ദുരിതാശ്വാസ ക്യാമ്പുകളെ രാഷ്ട്രീയ ലാഭത്തിനായി ദുരുപയോഗം ചെയ്യുകയായിരുന്നു ഇതിനു പിന്നിൽ പ്രവർത്തിച്ച നേതാവെന്നാണ് ഉയരുന്ന പ്രധാന ആരോപണം. പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കാൻ നാടൊന്നാകെ കൈകോർക്കുമ്പോൾ ദുരിതബാധിതരായ സാധാരണക്കാരെ കരുവാക്കി വ്യാജ പ്രചാരണങ്ങളും രാഷ്ട്രീയ കുത്തിത്തിരിപ്പുകളും നടത്തുന്നത് തടയാൻ പട്ടാളമിറങ്ങിയാലും നടക്കില്ലെന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയയിൽ കടുത്ത പ്രതിഷേധം ഉയരുന്നത്. നാടിന് ഭീഷണിയാകുന്ന പ്രകൃതി ദുരന്തങ്ങളെക്കാൾ അപകടകരമാണ് ദുരന്തമുഖത്ത് പോലും പാർട്ടി ലാഭത്തിനായി വ്യാജ വാർത്തകൾ ചമയ്ക്കുന്ന ഇത്തരം രാഷ്ട്രീയ തന്ത്രങ്ങളെന്ന് പൊതുസമൂഹം വിലയിരുത്തുന്നു. സംഭവത്തിൽ പ്രതിപക്ഷത്തു നിന്നും പ്രാദേശിക ജനങ്ങളിൽ നിന്നും കടുത്ത അമർഷമാണ് ഉയരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോ കാണാം. അതെ, ഒരു മിനിറ്റ് നോക്കണേ. എന്തോ ഈ ഗവൺമെന്റ് ഞങ്ങൾ ഉണ്ടായിട്ടല്ലേ ഇവര് കയറി പോകുന്നത്. ഇനി ഞങ്ങൾ കണ്ടോളാം. ഇതിനെക്കാട്ടി എന്തോ ഡീസന്റ് ആയിരുന്നു വിജയൻ. രാവിലെ പലരും അയച്ചു തന്നൊരു വീഡിയോ ആണ്. കണ്ടപ്പോൾ വലിയ വിഷമം തോന്നി. ഏതൊരു പാവപ്പെട്ട അമ്മ ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ നിൽക്കുകയാണ്. ആ ക്യാമ്പിലെ പരിമിതികളെ പറ്റി പറയുന്നു. എന്തോത്തിനാണ് ഈ ഗവൺമെന്റ് എന്ന് ചോദിക്കുന്നു. ഏറ്റവും ഒടുവിലായി ഇതിനേക്കാൾ എത്രയോ ഡീസന്റ് ആണ് ആ വിജയൻ എന്ന് ചോദിച്ചിട്ട് പോകുന്നു. ഇത് കണ്ടപ്പോൾ തന്നെ ജില്ലയിൽ ഉത്തരവാദിത്തപ്പെട്ട ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് വിവരം അറിയിച്ചു. ആറന്മുള MLA ശ്രീ അബിൻ വർഗീയെ ഫോൺ കിട്ടിയപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചു. അതിനുശേഷം എനിക്കിപ്പോൾ അബിൻ തന്നെയാണ് അതിന്റെ യാഥാർത്ഥ്യം അയച്ചു തന്നിരിക്കുന്നത്. അതുകൂടി നോക്കാം. അമ്മേ, രാവിലെ എന്തൊക്കെയോ പരാതി, അമ്മയ്ക്ക് എന്തൊക്കെയോ വിഷമമുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്തായിരുന്നു? എന്റെ പോലെ എനിക്കൊന്നും അറിയത്തില്ല. എന്റെ അടുത്ത് നിന്ന് ബിജിലിമോൻ പറഞ്ഞു ഇന്നതുപോലൊക്കെ പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത്രയേ ഉള്ളു കാര്യം, അല്ലാതെ ഒരു കാര്യവും ഇല്ല. എനിക്ക് ആ അമ്മയോട് പ്രത്യേകിച്ച് പരിഭവമൊന്നും തോന്നിയില്ല. പക്ഷേ ആ നിസ്സഹായമായ അവസ്ഥയിൽ നിൽക്കുന്ന അമ്മയുടെ നാവിലേക്ക് സ്വന്തം കുത്തിത്തിരിപ്പ് രാഷ്ട്രീയം കുത്തിത്തിരികെ കൊടുത്ത ആ ബിജിലിമോൻ ആരാണെന്ന് കാണണ്ടേ? അമ്പട കേമ സഖാവ് ബിജിലി കുട്ട. കോഴഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗമാണ് ഈ ബിജിലിമോൻ എന്ന് പറയുന്ന ചങ്ങാതി. എന്റെ പൊന്നു ബിജിലി, ആ പമ്പയാറ്റിലൂടെ കുത്തിയൊലിച്ചു വരുന്ന ചെളി വാരി തിന്നാൽ ഇതിനേക്കാൾ അന്തസ് കാണും. ഒരു നാടിനെ ചേർത്ത് പിടിക്കുന്ന നാട്ടിലെ MLA അബിൻ വർക്കിയും കുറെ ഉദ്യോഗസ്ഥന്മാരും വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളുമെല്ലാം ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുമ്പോൾ അതിനിടയിലും ഈ വിഷവുമായി കയറാൻ ചില്ലറ ഉടുപ്പൊന്നും പോരെന്റെ പൊന്നു ചങ്ങാതി. നിങ്ങളെപ്പോലുള്ള ദുരന്തങ്ങളെയും ഈ മഴയും
ഒരുപോലെ ഈ നാട് നേരിടും. ഈ ദുരന്തത്തിന് ഈ നാട് തിരിച്ചടി നൽകുക തന്നെ ചെയ്യും.